നമസ്കാരം, എല്ലാവർക്കും ജാഗ്രതാ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂലയിടം NSM CMS LPS സ്കൂളിലാണ്. ഇവിടെ സ്കൂളിലെ സുവർണ ജൂബിലി സമാപനവും അതോടൊപ്പം തന്നെ സ്കൂൾ വാർഷികാഘോഷവും നടക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും അതുപോലെ തന്നെ അതുല്യ കലാകാരിയും അതുപോലെ തന്നെ സ്ഥലം MLAയും ഒക്കെയാണ് ഇവിടെ വിശിഷ്ട അതിഥികളായി എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കിനി പരിപാടിയുടെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് കടക്കാം. കോർപ്പറേറ്റ് സ്കൂൾ മാനേജറും AEOയും ഉൾപ്പെടെ വേദിയിലായിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അധ്യാപകർ, പൂർവ്വ അധ്യാപകർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, വിധവക അംഗങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹമാണ്. 50ാം ജന്മവാർഷിക സമാപന ആഘോഷവേളയിൽ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആ സന്തോഷം ആദ്യമേ തന്നെ പ്രിയപ്പെട്ട ടീച്ചറിനെ അറിയിച്ചുകൊള്ളുകയാണ്. ആശാൻ പള്ളിക്കൂടത്തിൽ പഠിച്ചപ്പോൾ മുതൽ 10ാം ക്ലാസ്സിൽ അമൃത സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നത് വരെ ഒരു മൂലവട്ടം വിദ്യാർത്ഥിനിയായിരുന്നു. അതിൽ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ഞാൻ പഠിച്ച വിദ്യാലയമാണ് നന്ദികാട്ട് സാമൂൽ മെമ്മോറിയൽ CMS LP സ്കൂൾ മൂലകം. ഒരുപാട് കലാപരിപാടികൾ ചെയ്ത് വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലും ഇടപെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ച ഈ വിദ്യാലയത്തില് ഇന്നിപ്പോ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ 1ാം ക്ലാസ് മുതൽ 4 വരെ പഠിച്ച ആ കാലത്തെ ഓർമ്മകളാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത്. ഞാൻ ആദ്യമായി മോണോയാക്ട് അവതരിപ്പിച്ചതും ആദ്യമായി കഥാപ്രസംഗം അവതരിപ്പിച്ചതും ഈ സ്കൂളിലാണ്. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചാക്കോ സാർ എന്ന് പറയുന്ന അധ്യാപകനായിരുന്നു ഇവിടുത്തെ പ്രഥമാധ്യാപകൻ. സാറിനെ അനുകരിച്ചുകൊണ്ടാണ് ഞാൻ ആദ്യമായി ഒരു മോണോയാക്ട് ചെയ്യുന്നത്. ഓക്കെ സാറല്ല, ചാക്കോ സാർ എന്നായിരുന്നു ആ മോണോയാക്ടിന്റെ ഒരു പ്രധാനപ്പെട്ട വരി. പിന്നീട് അതിനുശേഷം ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇവിടെ സാർ ഇവിടെ പ്രഥമാധ്യാപകനായി ചുമതലയേൽക്കുന്നത്. സാർ എത്തിയതിനു ശേഷവും എനിക്ക് ആദ്യമായി കഥാപ്രസംഗം ഞാൻ അവതരിപ്പിച്ചതും ഈ വേദിയിൽ നിന്നോടാണ്. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കഥാപ്രസംഗമായിരുന്നു ചെയ്തത്.